ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം മനസ്സിൽ പറയുക. അവരുടെ മുഖം ഓർത്തുകൊണ്ട് വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ്. അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ കാർഡ്സ് എല്ലാം തന്നെ വീണിട്ടുണ്ട്, നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടത്. യെസ്, ഇവിടെ 2 പേരുടെ നടുക്ക് നിന്ന് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതാണ് ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. 2 അറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട്, 2 പേരെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ വ്യക്തി വളരെ അധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം വളരെ കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ വ്യക്തി പോകും. അതായത് അത് ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജോബ് ആയിരിക്കാം. ഒന്നിൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ പാരൻസ് പറയുന്നത് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതൊക്കെ ആയിരിക്കാം ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ അവർക്കറിയാം, പതുക്കെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും, ലക്ഷ്യം കാണാൻ സാധിക്കും. അതാണ് കറണ്ട് ഫീലിങ്സ് ആയിട്ട് നിൽക്കുന്നത്, സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയാണ്. അതായത് ഒരു ആത്മാവിൻ്റെ 2 ഭാഗങ്ങൾ, ഒറ്റ ഹൃദയമാണ്, ഒറ്റ സോളാണുള്ളത്. അത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താവും ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്നതിനെക്കുറിച്ച് ഭയക്കുന്നു. കൊണ്ടുപോകണമെന്നുണ്ട് മുന്നോട്ട്, പക്ഷേ അതെന്താവും, മുന്നോട്ട് പോയാൽ ശരിയാവോ എന്നൊക്കെ അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുള്ള വിശ്വാസത്തോടു കൂടി അവർ മുന്നോട്ട് പോവാമെന്ന് തീരുമാനിക്കുന്നു. ഇവിടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള വാഗ്വാദങ്ങളായിരിക്കാം, വഴക്കുകളായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇനിയും വഴക്കുകൾ ഉണ്ടാവോ എൻ്റെ ലൈഫിൽ എന്നായിരിക്കാം ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹമാവാം. അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് പ്രചോദനം നൽകുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ പരിഗണിക്കാതിരിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല, അതുമാകാം. അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ബാഗേജസും ആകാം, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം. അത് വഴക്ക് രൂപത്തിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നു, ആ ഒരു സിറ്റുവേഷനും ഉണ്ട്. ഏതായാലും നിങ്ങളുടെ അടുത്ത് വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു പേഴ്സണുണ്ട്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പതുക്കെയാണെങ്കിലും എനിക്കത് ലക്ഷ്യം കാണാൻ പറ്റും, നിങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കും എന്ന് ആ ഒരു വ്യക്തി പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നമുക്ക് നോക്കാം. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിട്ടുള്ളത് ഡബിൾ കാർഡാണ്. അതായത് നിങ്ങൾ തമ്മിൽ വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട്, കുറച്ച് പൊസസീവ്നെസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു രീതിയിൽ ടോക്സിക് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകണമെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു വാല്യുബിൾ പേഴ്സൺ ആയിട്ട് ആ ഒരു വ്യക്തി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്രസ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് നൽകുന്ന സ്നേഹം,
ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന സ്നേഹം, ഇതെല്ലാം ആ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ കുട്ടിയുടെ അച്ഛനമ്മ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ പരിഗണിക്കുന്നത്. ഒരുപക്ഷെ തിരിച്ച് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം ഒരു വ്യക്തിയെ കാണുന്നത്. ഇവിടെ കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയെ വളരെയധികം അനുസരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് താഴ്ന്നു നിന്നാൽ മതി. അതായത് കുറച്ചൊരു ആ ഒരു വ്യക്തി ജെൻഡർ റോൾ ചെയ്യുക. അതായത് നിങ്ങളെപ്പോഴും ആ വ്യക്തിക്ക് താഴെ വിനയമുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം, ആ വ്യക്തിയെ ബഹുമാനിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ ആ ഒരു വ്യക്തിക്കുണ്ട്. അതാണിവിടെ പറയാനുള്ളത്. അത് ആ ഒരു വ്യക്തിയുടെ കുറവാണ്. കാരണം നിങ്ങളെപ്പോഴും അത്രയും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പരിഗണനയൊന്നും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ നിങ്ങളെ വളരെയധികം ഫോക്കസ് ചെയ്യുകയാണ്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ നേച്ചർ അങ്ങനെയായിരിക്കാം. ആ ഒരു വ്യക്തി കുറച്ച് എല്ലാവരും ബഹുമാനിക്കണം, ആ ഒരു വ്യക്തി പറയുന്നതൊക്കെ കേൾക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് ഇത് മതി, നിങ്ങൾ മതി എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. പക്ഷേ ആ ഒരു വ്യക്തി കുറച്ച് ഈഗോ ഉള്ള ഒരു പേഴ്സണാണ്. കുറച്ചൊരു നാർസിസ്റ്റ് ബിഹേവിയർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പതുക്കെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ. രണ്ട് സിറ്റുവേഷനെ ബാലൻസ് ചെയ്യണം ഈ ഒരു പേഴ്സണ്. അപ്പോൾ റിലേഷൻഷിപ്പ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹമുണ്ട്. അത് പ്രകടിപ്പിക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് പോലെ നിങ്ങളുടെ മുന്നിലേക്ക് വരിക, ഗിഫ്റ്റ് നൽകുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും ആ പേഴ്സൺ. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് സെൽഫിഷാണ്. ആ വ്യക്തിയുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ഈഗോയുള്ള ഒരു പേഴ്സണാണ്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം, സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, അതൊന്നും ഈ വ്യക്തിക്ക് സാധ്യമില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. എന്താണ് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ആക്ഷൻ? നമുക്ക് നോക്കാം. എന്ത് കാര്യമാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്? നമുക്ക് നോക്കാം. യെസ്, ഇവിടെ ഫസ്റ്റ് കാർഡ് അറ്റാച്ച്മെൻറ്റ്. അതായത് നിങ്ങളുടെ അടുത്ത് അവർക്ക് നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ അവരിത് കാണിക്കില്ല. ഒരു ഫേസ് മാസ്ക് ഇട്ട് നിൽക്കുകയാണ്. 5 എന്ന് പറയുന്നൊരു നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. ഇത് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ്. അപ്പോൾ ഫേസ് മാസ്ക് ഇട്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് വളരെയധികം അറ്റാച്ച്മെൻറ്റ് ഈ ഒരു പേഴ്സണുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിട്ടുപോകുമോ എന്നോർത്ത് വളരെ അധികം ആങ്സൈറ്റി ഈ ഒരു പേഴ്സണുണ്ട്. ഈ ഒരു പേഴ്സൺ ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ജീവിക്കാനായിട്ട് പൈസ വേണം, അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അപ്പോൾ ജോലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആ ഒരു വ്യക്തി കൊടുക്കുന്നുണ്ടാവാം. ഇനി ഇവിടെ ഒന്നുകിൽ മറ്റുള്ളവർ നിങ്ങൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യുന്നത് എന്ന് നിങ്ങളെ ഒളിഞ്ഞു നോക്കുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആർഗ്യുമെൻറ്റ്സ്, അതുകൂടാതെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് മറ്റൊരാളോടുള്ള ഡൗട്ട്സ്, അതായത് ആ ഒരു വ്യക്തി ട്രസ്റ്റ് ഉള്ള ആളാണോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. ഇത് മറ്റുള്ള ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നം മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് കാർഡ് ഗോഡസ് ഓഫ് ദ മൂൺ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അത്രയും പ്രഭയുള്ള ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ്. എല്ലാവരും നിങ്ങളെ വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളിൽ. ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അവർക്ക് എന്ത് കാര്യമാണ് നിങ്ങളോട് സീക്രട്ടായിട്ട് പറയാനുള്ളത്? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അവരുടെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. യെസ്, ഇവിടെ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതവരുടെ ട്രൂ ഫീലിങ്സ് ആണ്, അതായത് ഡീപ്പ് ഫീലിങ്സ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നല്ല ഡിസിഷനൊന്നും എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾ അവരെ അത്രയും സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഡിസിഷനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതവർക്ക് ചിന്തയുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും അവർ കൺഫ്യൂഷനിലാണ്. കാരണം 2 സിറ്റുവേഷൻ ഉണ്ട് അവരുടെ ലൈഫിൽ. പക്ഷെ അവർക്കൊന്നറിയാം, നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്. എപ്പോഴും അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതേപോലെ തന്നെ നിങ്ങൾ തമ്മിൽ അത്രയും കെമിസ്ട്രിയാണുള്ളത്. അതായത് നിങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അത്രയും അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു, ഇപ്പോൾ ലേഡി ആണെങ്കിൽ ഗോഡസിനെ പോലെ തോന്നും, മെന്നാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു പവർഫുൾ ഓറയുള്ള നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് തോന്നുക നിങ്ങളെ കാണുമ്പോൾ. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നൊരു ക്വസ്റ്റ്യൻ, അതിന് നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സ് നൽകുന്ന അടയാളങ്ങൾ കാണും. ഫെതേഴ്സ് ആയിരിക്കാം, ബട്ടർഫ്ലൈസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം. എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലൂ ആയിട്ട് എടുക്കുമ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ടാവും. അത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇവിടെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഫാമിലിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഫാമിലി റീയൂണിയനിലേക്ക് വരികയും അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരികയും ഒക്കെ കുട്ടികളുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. ഇനി ഇത് കമ്മിറ്റ്മെൻറ്റിനെയും കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഇനി അവരുടെ സോൾ മെസ്സേജസ് നമുക്ക് നോക്കാം. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണലാണ്. എൻ്റെ പഴയ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഞാൻ തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. ഞാനാണ് നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷെ എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണലാണ്. ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത്, വി എന്ന് കിട്ടിയിട്ടുണ്ട്, എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്, ഒ എന്നാണ് കിട്ടിയിരിക്കുന്നത്, ജി എന്ന് കിട്ടിയിട്ടുണ്ട്, എം എന്നാണ് കിട്ടിയിട്ടുള്ളത്, ഡബ്ല്യു, ആർ. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റേസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമുക്കിനി എടുക്കാനുള്ളത് പ്ലേസസ് ആണ്. ഇവിടെ ബാംഗ്ലൂർ, ഔട്ട് ഓഫ് കൺട്രി, തിരുവനന്തപുരം, വയനാട്, മലപ്പുറം, തൃശ്ശൂർ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റേസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ളത് മോർ ക്ലൂ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ 46 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആവാം, 27 ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, ഏജ് ആകാം, 7, 18, 19, 32, 43, 20, തിക്ക് ഹെയർ, നല്ല തലമുടി ഉണ്ടായിരിക്കാം, അക്യൂറിയസ്, ലിബ്ര, പൈസീസ്, 555, 888, റെഡ് കളർ, ചിൽഡ്രൻ, റൗണ്ട് ഫേസ്, സെയിൽസ്, സർവീസ്, മാർക്കറ്റിംഗ്, ഇതിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ലവ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്, ആർക്കേഞ്ചൽ ജോഫേൽ, യെല്ലോ കളർ. അതുപോലെ തന്നെ ഈ ഒരു ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റീസണേറ്റ് ആണ്. തിക്ക് ലിപ്സ് എന്ന് കിട്ടിയിട്ടുണ്ട്, സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ്, ആർക്കേഞ്ചൽ റാഫേൽ, ബിൽഡിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം, ബ്ലൂ കളർ, റെഡ് കളർ, ലോ സെക്ഷൻ, ലോ കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കാം, ബ്യൂട്ടിഫുൾ ഐസ്, പ്ലം പേഴ്സൺ, ഷാർപ്പ് നോസ്, നല്ല നീണ്ട മൂക്കുണ്ടായിരിക്കാം, സ്ലിം പേഴ്സൺ, ടീച്ചർ, ബ്രൗൺ ഐസ്. അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഏഞ്ചൽ നിങ്ങളോട് എന്ത് മെസ്സേജാണ് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. എന്ത് കാര്യമാണ് പറയാനുള്ളത്? ഇറ്റ്സ് അപ്പ് ടു യു.
നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളിൽ സംഭവിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ലവ് യു ഓൾ.